തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് തൃശൂർ കോൺഗ്രസിൽ വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുന്നു. പരാജയ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണെന്ന് മന്ത്രി CN ബാലകൃഷ്ണന്റെ മകൾ ഗീത പറഞ്ഞു. കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാനായി KPCC വിലക്ക് ലംഘിച്ച CN ബാലകൃഷ്ണൻ വിമതരുമായി ചർച്ച നടത്തി. അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടതോടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കലാപത്തിന് കളമൊരുങ്ങുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തത്തെ ചൊല്ലി മുതിർന്ന നേതാക്കൾക്കിടയിൽ തർക്കം ആരംഭിച്ചതായാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. മന്ത്രിപുത്രിയെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കോൺഗ്രസിൽ രൂപം കൊണ്ട പടയൊരുക്കത്തെ എതിരിട്ടായിരുന്നു CB ഗീതയെ മത്സരിപ്പിച്ചത്. ഒളരി ഡിവിഷനിൽ നിന്ന് ഗീത തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഭൂരിപക്ഷമില്ലാത്തതിനാൽ കോർപ്പറേഷൻ മേയർ സ്ഥാനമെന്നത് സ്വപ്നമായി അവശേഷിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകളാണ് വൻ പരാജയത്തിലേക്ക് നയിച്ചതെന്ന് CB ഗീത പ്രതികരിച്ചു. എന്നിരുന്നാലും സ്ഥാനാർത്ഥി നിർണയം ഇത്തിരി ശ്രദ്ധയോടുകൂടി ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതിനെ കൂടുതലായിട്ട് വിശകലനം ചെയ്യാനൊന്നും എനിക്കറിയില്ല. കേവല ഭൂരിപക്ഷത്തിന് 28 സീറ്റുകൾ വേണമെന്നിരിക്കെ 21 സീറ്റുകൾ മാത്രമാണ് UDFന് നേടാനായത്. 2 UDF വിമതന്മാരെ കൂട്ടുപിടിച്ച മകളെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്തുണ്ട്. ഇതിനായി KPCC നിർദ്ദേശം മറികടന്ന 6 സീറ്റുകളുള്ള BJPയുമായി ധാരണയിലെത്താനും മന്ത്രി പദ്ധതിയിടുന്നതായാണ് ഗ്രൂപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. എന്നാൽ ഒരിടത്തും BJPയുടെ പിന്തുണ തേടില്ലെന്നാണ് DCC നേതൃത്വത്തിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.